നമസ്കാരം കേട്ടോ, ജയനാണേ. അപ്പോൾ നമ്മളെ ഇന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. നമുക്കൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലും ഉണ്ട്, അതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലും എടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കാനായിട്ട്. ബോട്ടിൽ ആർട്ടിൽ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ബോട്ടിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബോട്ടിൽ ആർട്ടിൽ ഫോട്ടോ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിൽ നമുക്കൊരു ഒരു ഫോട്ടോ ചെയ്യാവുന്ന നോക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലും ഉണ്ട്. അത് രണ്ടേലും നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് കണ്ടല്ലോ. നമുക്കൊരു ബ്രഷ് വേണം, പെയിൻറ്റ് ചെയ്യാനുള്ള പെയിൻറ്റ് വേണം. അക്രൈലിക് പെയിൻറ്റ് കേട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ചോക്ക് പെയിൻറ്റ് എന്ന് പറയും. ചോക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്കും പിന്നെ പശയൊക്കെ ചേർത്ത് മിക്സായി വരുന്ന ഒരു പെയിൻറ്റാണ്. നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആമസോണിൽ ലിങ്കാണ്, ഞാൻ ആമസോണിൽ നിന്നാണ് മേടിക്കുന്നത്. അത് താഴെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സാനിറ്റൈസറിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചോക്ക് പെയിൻറ്റ് വൈറ്റ് ആട്ടോ, രണ്ട് കളേഴ്സ്, പല കളർ കിട്ടും കേട്ടോ. ഇത് വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ പിന്നെ പല കളറിലുള്ള അവൈലബിൾ ആണ്. ഞാൻ ബേസിക്കലി എടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ പ്രൈമർ കോട്ടൊന്ന് അടിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പെയിൻറ്റിങ്ങിൽ ഒഴിക്കുന്ന പ്രൈമർ പോലെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പ്ലാസ്റ്റിക് ബോട്ടിൽ, സാനിറ്റൈസറിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ നമ്മളൊരു ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്യാൻ രണ്ട് കോട്ട് അടിക്കണം കേട്ടോ. ഇതിന് രണ്ട് കോട്ട് അടിക്കണം, എങ്കിലേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഫസ്റ്റ് കോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്, ഒരു കോട്ടോടെ നമുക്ക് അടിക്കണതിന്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അക്രൈലിക് പെയിൻറ്റാണ്. അത് ഈ പ്രൈമറിൻ്റെ മുകളിൽ നമ്മൾ കളർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അക്രൈലിക് പെയിൻറ്റുകളാണ്. ഇത് ഈ ചെറിയ ഇരിക്കുന്ന ബോക്സ് നമുക്ക് ചെറിയത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കുട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അക്രൈലിക് പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്രൈലിക് പെയിൻറ്റാണ് ഇത്. പിന്നെ ബ്രഷുണ്ട്, ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ ചെയ്യാൻ, ഏത് ഫോട്ടോ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഞാനെടുത്തൊരു ആപ്പിൽ, നമുക്ക് ഒത്തിരി മൊബൈലുകളിൽ ഒത്തിരി ആപ്പുകൾ കിട്ടും കേട്ടോ. പെൻസിൽ സ്കെച്ച് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഇതുപോലെ എനിക്ക് വേണ്ട ഫോട്ടോ എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതിനെ എഡിറ്റ് ചെയ്ത് ഈ രീതിയിലാക്കിയതിന് ശേഷം കളർ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ മാരേജിന് കൊടുക്കാനായിട്ടാണ് കേട്ടോ, ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്ത് നോക്കണതാണ്. അവരത് അയച്ചു തന്ന ഫോട്ടോസാണ്, ഇവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നതാണ്. അപ്പോൾ നമുക്കത് വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിലും ഒരു ഗ്ലാസ് ബോട്ടിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ 2-3 ടൈപ്പിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഫോട്ടോഷോപ്പിലൊക്കെ വർക്ക് ചെയ്തതുപോലെ പ്രിൻ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. ബോട്ടിലിൻ്റെ സൈസൊക്കെ മെഷർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ എടുത്ത് നോക്കിയതേ. അപ്പോൾ ബോട്ടിൽ ഒതുങ്ങാൻ പാകത്തിൻ്റെ രീതിയിൽ 2-3 ടൈപ്പ് എടുത്ത് നോക്കിയിട്ട് ഏതാണ് മാച്ചാവുന്നതെന്ന് നോക്കി ചെയ്യാനായിട്ടാണ് 2-3 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈസ് വരുന്നത് ഫോട്ടോ വെച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫുള്ള് ബോട്ടിൽ കവറാവുന്നില്ല. അപ്പോൾ ബാക്കി ഏരിയയിൽ നമ്മൾ ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് മറ്റേതൊന്ന് വെച്ച് നോക്കാം. വലിയ പ്രിൻ്റ് എടുത്തതൊന്ന് വെച്ച് നോക്കാം. വലുതാണെങ്കിൽ ഇത് നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഫുൾ ബോട്ടിൽ റൗണ്ട് കവർ ചെയ്ത് കിട്ടും. പിന്നെ ബാക്കി വരുന്ന ഏരിയ നമ്മൾ കളർ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വലിയ സൈസിലുള്ള പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ ഫുൾ ലെങ്തിൽ ബോട്ടിലിന് റൗണ്ടായിട്ട് നിൽക്കുകയും ചെയ്യും. അവരുടെ ഫോട്ടോ വലുതായിട്ട് കാണാനും പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് ബാക്കിയുള്ള ഏരിയയിൽ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഒട്ടിച്ചതിന് ശേഷം വരുന്ന ഏരിയ മാത്രം നമ്മൾ കളർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ കാണുന്ന ആ ഒരു യെല്ലോയിഷ് പോലുള്ള ഒരു കളർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അക്രലിക് പെയിൻറ്റിൽ വരുന്ന ഈ കളറിൻ്റെ കൂടെ കുറച്ചൊക്കെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് നമുക്ക് മാച്ച് ചെയ്യുന്ന ഒരു കളർ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം ഫുൾ ബേസ് നമ്മൾ ഈ ബോട്ടിലിന് ആ കളർ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഫൈനലാക്കാം കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് ആ ഫോട്ടോ ഫൈനലാക്കി, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സാനിറ്റൈസർ ചെയ്യാനുള്ള ബോട്ടിൽ നോക്കാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞൊരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ആ നിൽക്കുന്ന ഫോട്ടോ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റി വെച്ചാൽ, അപ്പോൾ ഞാൻ അവരുടെ എൻഗേജ്മെൻറ്റ് ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് മറ്റൊരു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഒരു സ്കൈ വരുന്നത്, ഒരു ആകാശത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഞാൻ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണിത്. അപ്പോൾ ഈ പ്രിൻ്റ് എടുത്ത് നമുക്ക് നമ്മൾ ഈ ബോട്ടിലിൽ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് റൗണ്ട് മൊത്തം എത്തില്ല എങ്കിലും, അതുകൊണ്ട് ബാക്കി ഏരിയ നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടി വരും. ബ്ലൂ കളറിലുള്ളത് ഈ ബോട്ടിലിന് ചെയ്തെടുക്കേണ്ടി വരും. ഇതിലേതെങ്കിലും ഒരെണ്ണം മാച്ചാവുന്ന ചെയ്യാമെന്ന് ഓർത്തിട്ടാട്ടോ എന്നിട്ട് ഈ 2 നമ്മൾ എടുത്തത്. അപ്പോൾ എന്തായാലും ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് നമ്മൾ ഈ സാനിറ്റൈസർ ബോട്ടിലുമായിട്ട് സൈസായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ ഫൈനലാക്കാം. ഇതിന് നമുക്ക് സാനിറ്റൈസർ ബോട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ള പരിപാടികൾ നോക്കാം ബാക്കി. അതുപോലെ തന്നെ കുപ്പിക്കുള്ളത് കളറ്, ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം. കളർ മാച്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കാം നമുക്ക്.
അപ്പോൾ ഇതിന് ഈ കളർ നമുക്ക് മാച്ച് ചെയ്തെടുക്കാനുള്ള പരിപാടികൾ നോക്കാം. ഇനിയിപ്പം ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് വലുപ്പമുണ്ട് ബോട്ടിലിനെ കഴിഞ്ഞ്, കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. ഇങ്ങനെ സാറിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം. അതുപോലെ ഈ സാനിറ്റൈസർ ബോട്ടിൽ നമുക്ക് ബ്ലൂ കളർ അടിച്ച് ബേസ് ഒരു ആകാശ നീല അടിച്ചിട്ട് നമുക്ക് അതും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഒരു ഒരു ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പേപ്പർ പ്ലേറ്റ്. അതിലേക്ക് ഈ കളറുകളൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ്. ഈ 4 കളറുകൾ മാച്ച് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. കളർ നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് എത്തുമോ എന്നുള്ള രീതിയിലൊന്ന് ബോട്ടിലിന് ചെയ്ത് നോക്കാം നമുക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ബേസ് എടുക്കുന്നത് ഒന്നിലെ ഈ 2 കളർ അല്ലെങ്കിൽ മറ്റു 2 കളർ. അപ്പം ഞാൻ ഈ ഒരു ബ്രൗൺ കളറും അതുപോലെ മറ്റേ ആ ഒരു യെല്ലോയിഷ് വരുന്ന ഒരു കളർ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് യെല്ലോ ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ആ ബ്രൗൺ കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അല്ലേ വരുന്നത്. അപ്പോൾ ഞാനതൊന്ന് മാച്ച് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ആ കളർ കുറച്ച് എടുത്തിട്ടുണ്ട്. ബേസ് വരുന്ന കളർ, മെയിനായിട്ട് വരുന്ന കളർ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബ്രൗൺ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ വരും കളർ എന്നുള്ള കാര്യം. നമുക്ക് പലതവണയായിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ അത്രയ്ക്ക് നമ്മൾ പെയിൻറ്റിങ്ങിൽ കറക്റ്റ് ഒരാളൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്ത് 2 കളർ കൂടെ മിക്സ് ചെയ്ത് പലതവണ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കളർ ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി വൈറ്റ് കൂടി ഒന്ന് ചേർത്ത് നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോക്ക് പെയിൻറ്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വൈറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇച്ചിരി ലൈറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ ഇച്ചിരി ഡാർക്ക് ആയി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരല്പം ഒന്ന് ലൈറ്റ് ആക്കി നോക്കാം അതിന്. ഞാൻ ഇച്ചിരി വൈറ്റ് ചോക്ക് പെയിൻറ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്.
കുറേ നേരത്തെ ട്രയൽ ആൻഡ് എററിന് ശേഷം ഒരു അധ്വാനം തന്നെയായിരുന്നു കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്ത കാരണം കുറേ നേരം ട്രൈ ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു ഒത്തു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ബോട്ടിലേക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ സാധാരണ ഞാനെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കുന്ന പോലെ അടിക്കാതെ ഇങ്ങനെ കുത്തി കുത്തി അടിക്കുവാണെങ്കിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് ഉണ്ടാവും. ഒരു സ്മൂത്ത് ഫിനിഷ് ആയി കഴിഞ്ഞ് വേണ്ട, നമുക്കൊരു ടെക്സ്ചർ ഫിനിഷ് ഉണ്ടെങ്കിൽ കാണാൻ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. സ്പഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റോളർ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന പോലെ വീടിന് പെയിൻറ്റ് ചെയ്യുമല്ലോ കുട്ടിയുടെ മേളിൽ. അപ്പോൾ വരുന്ന പോലെ ഒരു ഗ്രെയിൻസ് ഉള്ള പോലത്തെ ഒരു റഫ് ഫിനിഷ് വരും സ്പഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഞാനിത് ബ്രഷ് ചെയ്തിട്ട് അതിന് മേളിൽ കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ടെക്സ്ചർ ഫിനിഷ് പോലെ റഫായിട്ടുള്ള സർഫസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും പെയിൻറ്റും നമ്മൾ 2 കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു കോട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു 1/4 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഉണങ്ങി കിട്ടും. അതിന് ശേഷം ഒരു കോട്ടും കൂടി അടിക്കണം കേട്ടോ. അത് ഇടയ്ക്ക് ആ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ആ ഫോട്ടോയിലുണ്ടല്ലോ, ചെറിയ ഡാർക്ക് ഷെയ്ഡുകൾ. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഒരു ചോക്ലേറ്റ് കളർ കുത്തിയിട്ട് ചെറിയ ടെക്സ്ചർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫിനിഷിങ് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊരു പൊട്ട് കുത്തുന്ന പോലെ കുത്തിയിട്ട് അതിനെ സ്പ്രെഡ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ബ്രഷ് വെച്ച് കുത്തി കളയുകയാണെങ്കിൽ 2 പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഇടയ്ക്കുള്ള ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആ ബ്ലൂ സാനിറ്റൈസറിൻ്റെ ബോട്ടിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്ലൂ ഷെയ്ഡ് വേറെ കൊടുത്തു. അതുപോലെ നമ്മുടെ മറ്റേ വലിയ ഗ്ലാസ് ബോട്ടിലും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇനി നമ്മുടെ ഫോട്ടോ ഒട്ടിക്കാൻ നോക്കാവേ. അപ്പോൾ ഫോട്ടോയുടെ സൈഡിലുണ്ടായിരുന്ന വൈറ്റ് കളറൊക്കെ ആ ബോർഡർ വരുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫോട്ടോ നമുക്ക് നേരെ ബോട്ടിലേക്ക് എടുത്ത് ഒട്ടിക്കാൻ നോക്കാം. ഒട്ടിക്കാനായിട്ട് നമുക്ക് വരുന്നത് ചില ഡെക്കോപാഷ് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഡെക്കോപാഷ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അതിൽ വരുന്നതാണ് ഈ ബോട്ടിൽ ആർട്ടൊക്കെ കേട്ടോ. പേപ്പർ കൊണ്ടുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ഡെക്കോപാഷിൽ വരുന്നതാണ്. അതിന് കിട്ടുന്ന ഒരു ഗ്ലൂ ഉണ്ട്, അതിൻ്റെയും ഓൺലൈനിലുള്ള ലിങ്ക് ഞാൻ ഇടാം കേട്ടോ താഴെ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം. ആമസോണിലാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇപ്പോൾ നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഡെക്കോപാഷ് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് പിടിപ്പിക്കാം. അതിൻ്റെ സൈസ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. പേപ്പർ വരുന്ന എവിടെ വരെ വരും ബോട്ടിൽ, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട്. വൺസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പൊളിച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പറൊക്കെ കീറിപ്പോയിട്ട് അതിൻ്റെ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ വൃത്തികേടായി പോകും ബോട്ടിൽ. അപ്പോൾ നമുക്കൊന്ന് സൈസ് ആദ്യം മെഷർ ചെയ്ത് നോക്കാം, എവിടെ വരെ വരും എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ബോട്ടിൽ വട്ടം വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ നമ്മൾ വേറെ പെയിൻറ്റ് ചെയ്തിട്ട് ഈ സെയിം നമ്മുടെ ആ ആദ്യം നമ്മൾ ചെയ്ത ആ കളർ തന്നെ ചെയ്തെടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഡിസൈനൊക്കെ ചെയ്താൽ വരുന്ന ആ ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്തെടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കളർ നമ്മൾ മാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബോട്ടിലുമായിട്ട് ഒത്തിരി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതില്ല, എങ്കിലും നമ്മളൊന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ആ ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് അതുപോലെ ഇടയ്ക്ക് വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്ന വട്ടമൊക്കെ ഒന്ന് നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ. അതിനുശേഷം 1-2 തവണ പെയിൻറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ശരിയായി വരും കേട്ടോ. പിന്നെയുള്ളത് ഈ വൈറ്റ് കളറുള്ള കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് വരുമ്പോഴത്തേക്ക് കുറച്ച് വളഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത് ബോട്ടിൽ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പേപ്പർ അതിനെ ഒട്ടിക്കാനായിട്ടേ. അപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചേച്ചും വരാം. അപ്പോൾ ഞാനിത് പേപ്പർ ആ ഗ്ലൂ വെച്ചിട്ട് നേരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഒട്ടിച്ചിട്ട് ആ ടോപ്പ് വരുന്ന ഭാഗം കണ്ടോ, കറക്റ്റ് ആ റൗണ്ടിൽ വരുന്ന രീതിയിൽ ആ ഡിസൈൻ ബ്ലാക്ക് കളർ വന്നേക്കുന്ന രീതിയിൽ അവിടെ കട്ട് ചെയ്തിട്ട് അത്രയും വെച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിലേക്ക് നമുക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ലൈൻ വരുന്നോടും ഒന്ന് ചെറുതായിട്ട് കളറും ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അവിടെ ഒരു ഒട്ടിര് വരുന്നുണ്ടെന്ന് കാണില്ലാത്ത രീതിയിൽ ആ കളറൊന്ന് മാച്ച് ചെയ്തെടുക്കാൻ നോക്കണം നമുക്ക്. അത്ര ഒന്ന് ട്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതിന് നമുക്ക് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടും ലൈനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അത് കാണുന്നൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ടോപ്പിൽ വരുന്ന ലൈൻ കാണില്ലാത്ത രീതിയിൽ നമ്മുടെ ബോട്ടിലൊക്കെ ചെയ്തെടുത്താക്കാൻ നോക്കാം. അപ്പോൾ നമ്മളെ 2 ബോട്ടിലും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഇതിനെ മെർജ് ചെയ്ത് ആ ഫോട്ടോ ഒന്നും മാറില്ലാത്ത രീതിയിൽ ചെയ്യാൻ പാകത്തിന് ഞാൻ മറ്റ് പെയിൻ്റ് അടിച്ച് ഗ്ലൂ ഒക്കെ അങ്ങോട്ട് കയറ്റി അടിച്ചിട്ട് അതിന് മുകളിൽ ഫോട്ടോ ഒട്ടിച്ചേക്കണതിൻ്റെ ലൈൻസിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വലിയ ബോട്ടിലാണെങ്കിലും ഇപ്പോൾ കണ്ടിരിക്കുന്നതുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റ് കയറ്റി അടിച്ചിട്ട് നമ്മളത് ജസ്റ്റ് മെർജ് ചെയ്ത് 1-2 കോട്ട് അടിച്ച് ചെയ്തെടുത്താൽ കേട്ടോ അത്. അപ്പോൾ ബോട്ടിൽ ആർട്ട് ചെയ്യണത് എങ്ങനെയാണെന്നൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലിട്ട് ചോദിക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.